പാതിരാവിന്റെ പടുതിയിൽ മക്കയും മദീനയും ലോകവും മുഴുവനും കോർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അതാ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചൊരു കുടിലിന്റെ ഓരത്തിരുന്ന പ്രായമുള്ള ഉമ്മയാണ് പാടുന്നത്. ആൽബം സോങ് അല്ല, ഫിലിം പാട്ടല്ല, ഏതൊക്കെയോ പുതിയ പരിഷ്കരണ മാപ്പിളപ്പാട്ടുകാരന്മാർ കൊണ്ടുവന്ന തോന്നിവാസങ്ങളല്ല. അലാ മുഹമ്മദിൻ സ്വലാത്തിൽ അബ്റാർ സല്ലല്ലാഹു അലൈഹി ത്വയ്യിബുൽ അഖ്യാർ ഖദ് കുന്ത തൗഅമൻ വകാബുൽ അസ്ഹാർ യാ ലൈത സൈരി വൽ മനായ അത്വാർ വഫാത്തായി പോയ നബിയല്ലോ, മദീനത്തെ മറബത്ത് കിടക്കുന്ന പുന്നാര ഹബീബില്ലോ, ആ റസൂലുള്ളാഹിന്റെ മദഹുകൾ പാടുകയാണ്. അവിടുത്തെ പേരിൽ പാതിരാ നേരത്ത് ഉണർന്നിരുന്നിട്ട് സ്വലാത്ത് സലാമുകൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. കാമുകിയുടെ മൊബൈലിലേക്ക് ഐ ലവ് യു എന്ന് മെസ്സേജ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ഏത് ലോകത്തിരുന്നാലും മെസ്സേജുകൾ സെൻഡ് ചെയ്യും. മദീനയിലേക്ക് സലാത്തിന്റെ സലാമിന്റെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നീ ചെയ്താലും മദീനയിലെ ടവറിന് റേഞ്ച് ഉണ്ടാകുന്നോനെ എന്റെയും കൽബ് സംശുദ്ധമാകണമെന്ന് മാത്രമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൽബുകളാകെ വികൃതമായി, അവിടുത്തെ കൽബുകളാകെ പേടിച്ചുപോയി. ഹബീബിന്റെ ഓർമ്മകൾ അവിടുത്തെ മനസ്സുകളിലേക്ക് അരിച്ചെത്തിപ്പോയി. എന്റെ നേതാവ്, എന്റെ ഹബീബ് വഫാത്തായി പോയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പ്രായമുള്ള ഉമ്മ പാതിരാ നേരത്ത് ഏകാന്തമായിരുന്ന ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സലാമുകളടങ്ങിയ മഹബ്ബത്തിന്റെ വരികൾ ആലപിക്കുന്നല്ലോ. ഇതാ ചാരത്തിരുന്നിട്ട് കേട്ട് വിങ്ങി പൊട്ടി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി. ഗദ്ഗതങ്ങളും വിരുമ്പലുകളും ഇങ്ങനെ ഉയർച്ചയിലായപ്പോൾ ഉമ്മ പാട്ട് നിർത്തി. ഉമ്മ കണ്ണൂറന്നു നോക്കി, ആരാണ് പാതിരാത്രിയിൽ എന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് കരയുന്നത്? മോനെ, നീ ആരാണ്? എന്റെ പാതിരാ നേരത്തെ എന്റെ വീട്ടിൽ കിടന്നു വന്നിട്ട് കരയുന്നതെന്തിനെ? നീ എവിടുത്തുകാരനാണോനെ? നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ തരുമോ? ആരാണ് പറയുന്നത്? 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള വലിയ അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ മുഴുവൻ മതീസാധികാരങ്ങൾ കയ്യിലേന്തിയ ആരുമാരും ചോദ്യം ചെയ്യാൻ മടി വരുന്ന, ആരുമാരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ലോകത്തൊരു ഭരണാധികാരിയും അന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആരാടാ എന്ന് ചോദിക്കാൻ മടിക്കുന്നത്ര വൃത്തിപ്രഭാവമുള്ള ധൈര്യസമ്പന്നതയുള്ള മഹാൻ ഉമ്മാന്റെ മുന്നിലിരുന്ന് പൊട്ടി കരയുകയാണ്. ഉമ്മായോട് ദുആ വസിയത്ത് ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കളിച്ച ആളാണോ? ചെറിയ ആളാണോ? അല്ല, സ്വർഗത്തിൽ പാസ്പോർട്ടും വിസയും എല്ലാം അടിച്ച് കയ്യിൽ കിട്ടിയ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയ, സീറ്റ് റിസർവ് ചെയ്തയാളാണ്. അങ്ങനെ അശ്റത്തുൽ മുബസ്സിരീങ്ങളിൽ രണ്ടാമത്തെ മഹാനാണ്. അവിടുന്ന് ആരോട് ദുആ വസിയത്ത് ചെയ്യുന്നു?
ഹബീബായ നബിയുടെ മദ്ഹ് ചൊല്ലുന്ന ഒരു പാവപ്പെട്ട പ്രായമുള്ള ഉമ്മാമയോട് ആ സമയത്തുള്ള ദുആരം കൊടുത്തു. ഹൽ തജ്മുനി വ ഹബീബി വദ്ദാർ വഉമറാ ഫഗ്ഫിർലഹു യാ ഗഫാർ. ഹൽ തജ്മുനി വ ഹബീബി വദ്ദാർ വഉമറാ ഫഗ്ഫിർലഹു യാ ഗഫാർ. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബിന് നീ ബറക്കത്ത് ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നീ സ്വർഗ്ഗത്തിൽ എന്നോടൊപ്പം റസൂലുള്ളാഹിനോടൊപ്പം നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടത്തേക്ക് പുറത്തു കൊടുക്കണം. അസ്അലുക അൻ തദ്ഖുലനി മഅകുമാ, നമുക്കൊപ്പം ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനെന്ന് എനിക്ക് വേണ്ടി ദുആരക്കുമോ ഉമ്മ? എന്തൊരു മഹത്വമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെന്തൊരു മഹത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും ആലോചിക്കേണ്ട വിഷയം, എല്ലാവരെക്കാളും സ്നേഹം ഹബീബിന് കൊടുക്കണം. അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണം. നബിയോട് സ്നേഹം, നബിയോട് സ്നേഹം വേണ്ടതും ഫർളല്ലേ, ഈമാന്റെ പൂർണ്ണത തന്നെയും അതിലല്ലേ, പടയിൽ സയ്യിദാകുന്നതും വലുതല്ലേ, അതിലഫ്ളലാണീ സ്നേഹവും എന്നല്ലേ. ബദറിന്റെ രണാങ്കണത്തിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ, ഹന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ പോരടിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത സ്വലാത്ത് ഉണ്ടെന്ന് ഇമ്മത്തുകൾ രേഖപ്പെടുത്തിപ്പോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തുന്നതിനേക്കാളും ഹബീബിനോട് സ്നേഹം വേണം മുഅ്മിനുകളെ. അതിനേക്കാളും ശ്രേഷ്ഠതയാ സ്വലാത്തിനുണ്ടെന്ന് പറഞ്ഞു. ഈന്തപ്പനത്തടി കരഞ്ഞതും ഹക്കല്ലേ, തിരുനബി ഒഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ. എങ്ങനെ? ഈന്തപ്പനത്തടി കരഞ്ഞതും ഹക്കല്ലേ, തിരുനബി അതിൽ നിന്നൊഴിഞ്ഞു പോയതിലല്ലേ. ഈന്തപ്പനത്തടി കരഞ്ഞു എന്ന്. അങ്ങനെ ഈന്തപ്പനത്തടി കരഞ്ഞു. സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് സിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു ഈ സംഭവം. നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹാബത്ത് സാക്ഷിയാണ് ഈ സംഭവത്തിന്. മദീനത്തെ പള്ളിയിൽ വെച്ച് മുത്തുനബി ഒരു പുതിയ മെമ്പർ കൊണ്ടുവന്ന ആ മെമ്പറിലേക്ക് ഇങ്ങനെ കയറാൻ പോണ്ടി ആ കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കണോ, ഒരു കരച്ചിൽ. റസൂലുള്ളാഹി തങ്ങൾ ചുറ്റും നോക്കി. സഹാബത്ത് ആരാ കരയുന്നത്, ആരാ കരയുന്നത്, ആരാ കരയുന്നത്? ആരും പരസ്പരം മനുഷ്യന്മാരും കരയുന്നില്ല. ഹബീബായ നബി ഇറങ്ങി വന്നു. ഹബീബായ നബി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ടതാ ഒരു പഴയ മിമ്പറതാ മദീനത്തെ പള്ളിയുടെ മൂലയിലുണ്ട്. ആ മിമ്പറിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ, പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ. അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ, പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ. റസൂലുള്ളാഹി തങ്ങൾ ആ പഴയ മിമ്പറിന്റെ ചാരത്ത് വന്നിട്ട് കയ്യതിനകത്ത് വെച്ചപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ സറഫാക്കരങ്ങൾ
ആ ഈന്തപ്പനത്തടിയിൽ സ്പർശിച്ചപ്പോ ഒരുമിച്ച് കൂടിയ സഹാബത്തിന് മനസ്സിലായി നമ്മുടെ നേതാവില്ലോ, നമ്മുടെ ഹബീബില്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. പുതിയൊരു മിമ്പർ വന്നപ്പോ പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോ അത് പഴയ മിമ്പറിന് സഹിച്ചില്ല, അങ്ങനെ കരഞ്ഞതാണെന്ന് അപ്പോഴാണ് സഹാബത്തിന് മനസ്സിലായത്. ഇത് കണ്ട സഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. കൈതലോടിയുടൻ സുഖൂത്തായില്ലേ, അത് മിമ്പറിനടിയിൽ ദഫൻ ചെയ്തില്ലേ. അൽമവാഹിബുൽ ജലിയ എന്ന ഈ ഗ്രന്ഥം കണ്ടുവോ? മഹാനായ തള ഉസ്താദ് ഈ സംഭവം വളരെ ഹൃദയഹാരിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അവിടുത്തെ ദർജയെ കൊടുക്കട്ടെ. വലിയ മഹാത്മാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ നബിയോട് പ്രേമം കാത്തു സൂക്ഷിക്കണേ. ഈന്തപ്പനത്തടിക്കറിയാം നമ്മുടെ റസൂലുള്ളാഹിനെ. ചെറിയ കുട്ടികളെ കരയുന്ന നേരത്ത് ഉമ്മമാരടുത്ത് എന്നിട്ട് പോട്ടെ മോനെ, കരയല്ലേ മോനെ, പോട്ടെ മോനെ, കരയല്ലേ മോനെ എന്ന് പറയുന്നത് പോലെ ഹബീബ് ചെന്നിട്ട് ഈന്തപ്പനത്തടിയോട് പറഞ്ഞു, അടങ്ങ് മോനെ, എന്തിനാ കരയുന്നത്, വിഷമിക്കല്ലേ, നിനക്ക് നാളെ സ്വർഗത്തിലെ ഞാൻ താമസിക്കുന്ന പൂന്തോട്ടത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന തോപ്പിൽ ഒരു നല്ല ഈന്തപ്പന വൃക്ഷമായി നിനക്ക് വരാം എന്ന് റസൂലുള്ളാഹി തആല സന്തോഷം പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് അത് കരച്ചിൽ നിർത്തിയത്. ഹബീബ് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ മരം ഖിയാമത്ത് നാൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് മഹബ്ബത്ത്, ഇതാണ് ഹബീബിനോട് മഹബ്ബത്ത് കാത്തു സൂക്ഷിച്ചത്. ജൽവേ സാരേ തേരേ ഹിദം സേ, ജൽവേ സാരേ തേരേ ഹിദം സേ, ആബാദ് ആലം തേരേ കരം സേ, ആബാദ് तेरे करम से, बाकी हर एक से, बाकी हर एक से. അല്ലാഹു ലോകം മുഴുവനും പടച്ചത് മുത്തുനബിയേ. ലോകമെല്ലാ കാഴ്ചയും നിങ്ങളുടെ സുജൂദ്, ലോകത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും, ലോകത്ത് കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും നബിയെ അവിടുത്തെ വുജൂദ് കൊണ്ടുണ്ടായതാണ്. പടപ്പുകൾ മുഴുവനും നിങ്ങളുടെ റഹ്മത്ത് കൊണ്ടുണ്ടായതാണ് നബിയേ. ബാക്കിയുള്ള വർത്തമാനങ്ങളെല്ലാം പൊളിവാണ്, ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പൊളിവാണ്. അവിടുത്തെ വജൂദിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും ഹബീബായ അല്ലാഹു റസൂലായ ഹബീബിനായ റസൂലുള്ളാഹി തങ്ങളിൽ അവിടുത്തെ വജൂദ് കൊണ്ടാണ് പ്രപഞ്ച ത്രട്ടാവായ ഖാലിഖായ അല്ലാഹു പ്രപഞ്ചം മുഴുവനും പടച്ചത്. ഇമാമേ അഹ്ലുസുന്ന, മുജദ്ദിദേ അഹ്ലുസുന്ന, ഇമാം അഹ്മദ് റിളാ റഹിമഹുള്ളയെപ്പോലുള്ള വലിയ മഹാന്മാരത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ഒപ്പം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് ആരെല്ലാം ഉണ്ടെന്നറിയുമോ? മഹാനായ മീകാഈൽ, മഹാനായ ഇസ്രാഫീൽ,